പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന്, കർത്താവിൻ്റെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായാൽ നമ്മുടെ ജീവിതത്തിൽ പല ആകുലതകളും പല ഉത്കണ്ഠകളും വിട്ടുപോകും. ദൈവഹിതം അത് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനം ഉണ്ടാവും. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്ലാൻ എന്താണെന്ന് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ നമുക്ക് ദൈവഹിതം മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ഈശോയുടെ ശിഷ്യന്മാർക്ക്, ഈശോയുടെ അനുയായികൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന്, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. ദൈവഹിതം അവർക്ക് മനസ്സിലാക്കാനും ധൈര്യപ്പെടാനും ശക്തിപ്പെടാനും എല്ലാം കാരണം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കടന്നു വന്നത്. പരസ്യ ജീവിതകാലത്ത് ഇതിനെക്കുറിച്ച് ഈശോ അവരോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുലിഖിതത്തിലാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക. എന്തെന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈശോ അവരോട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം അതിന് 49-ാം തിരുലിഖിതത്തിൽ അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ, നഗരം വിട്ടുപോകരുത്. പിന്നീട് ഈശോയുടെ മരണശേഷം അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടാണ്. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് എല്ലാം പരിശുദ്ധാത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അവരെ ശക്തിപ്പെടുത്തി, അവരെ ധൈര്യപ്പെടുത്തി. അവരുടെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, പ്രതിസന്ധികൾ വന്നു, രോഗങ്ങൾ വന്നു, തടസ്സങ്ങൾ വന്നു. ഇവയെല്ലാം വന്നപ്പോഴും അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അവർക്ക് മനസ്സിലായതുകൊണ്ട്, ദൈവഹിതം പരിശുദ്ധാത്മാവിൽ അവർക്ക് കൃത്യമായിട്ട് വെളിപ്പെടുത്തി കിട്ടിയതുകൊണ്ട് ദൈവിക വേല ചെയ്യാൻ, ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ അവർക്കൊരിക്കലും മുടക്കം വന്നില്ല. അവരുടെ ജീവിതത്തിൽ ഒരു തടസ്സം വന്നപ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കൃപ കിട്ടിയത് അവരെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്: നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി, കർത്താവിൻ്റെ പ്ലാൻ ഇതെന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനോടാണ് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 17-ാം തിരുലിഖിതത്തിൽ വചനം പറയുന്നു: അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അതേ വചനം പറയുന്നു, പരിശുദ്ധാത്മാവാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഉത്തരം കിട്ടാത്ത ചില മേഖലകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനോടാണ്. പരിശുദ്ധാത്മാവിനോട് ശക്തമായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി, കർത്താവിൻ്റെ പ്ലാൻ, നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് കർത്താവ് നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. ഇങ്ങനൊരു വലിയ പ്രാർത്ഥനയുടെ കൃപ നമ്മളിൽ വന്ന് നിറയുന്നതിന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം.